ഞാനൊരു വിവരം അറിഞ്ഞിട്ട് പോവാൻ വന്നതാ. ഇക്കാക്ക അന്വേഷിച്ച് സായിപ്പ് ഇന്നലെ വീട്ടിൽ വന്നിരുന്നു. എന്താ കാര്യം? എനിക്കറിയില്ല. കള്ളം. തീർച്ചയായും നിങ്ങൾക്കതറിയാം. സജനയ്ക്ക് എന്നെ വിശ്വാസമല്ലേ? ആദ്യ ഭർത്താവ് മൊഴി ചൊല്ലി ദിവസങ്ങൾക്കകം മറ്റൊരാളുടെ ഭാര്യയാകാൻ തയ്യാറായ നിങ്ങളുടെ വാക്കുകൾ ഞാൻ എങ്ങനെ വിശ്വസിക്കും? പിന്നെ എന്തിനിങ്ങോട്ട് വന്നു? എന്നോടെങ്കിലും നിങ്ങൾ കളവ് പറയില്ലെന്ന് വിചാരിച്ചു. ഇക്കാക്ക അന്വേഷിച്ച് സായിപ്പ് ഇന്നലെ വീട്ടിൽ വന്നത് എന്തിനാണെന്ന് ഇപ്പോഴും നിങ്ങൾ പറയില്ല? പറഞ്ഞതുകൊണ്ടുള്ള നേട്ടം? നേട്ടത്തെക്കുറിച്ച് പിന്നീട് ആലോചിക്കാം. കാര്യം എന്താണെന്ന് പറ. ഇക്കാക്ക ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ. എന്തിന്? എന്നെ അദ്ദേഹത്തിന് ഏൽപ്പിച്ചു കൊടുക്കാൻ. നിങ്ങളെ ഇക്കാക്കയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കാനോ? ഇക്കാക്ക നിങ്ങളെ മൊഴി ചൊല്ലിയതല്ലേ? ഇക്കാക്കയുടെ ഇഷ്ടപ്രകാരമല്ല അദ്ദേഹം എന്നെ മൊഴി ചൊല്ലിയത്. അതിന്റെ പേരിൽ നാട്ടിൽ പരന്നിട്ടുള്ള കഥകളും ശുദ്ധ കള്ളമാണ്. എന്റെ ബാപ്പയും എളിമയും മനഃപൂർവ്വം കെട്ടിച്ചമച്ചുണ്ടാക്കിയ കള്ളക്കഥ. ആ കഥ വിശ്വസിച്ച് നിന്റെ ഇക്കാക്കയെ ഞാൻ കുറ്റപ്പെടുത്തി. അതിന്റെ പേരിലാണ് ആ മനുഷ്യൻ എന്നെ മൊഴി ചൊല്ലിയത്. എന്നിട്ടെന്തിന് നിങ്ങൾ ഈ നിക്കാഹിന് സമ്മതിച്ചു? കല്യാണത്തിന് പെണ്ണിന്റെ സാന്നിധ്യം നമ്മുടെ സമുദായത്തിന് ആവശ്യമില്ലല്ലോ. നിക്കാഹ് കഴിച്ചു കൊടുക്കുന്നത് ബാപ്പയല്ലേ? ബാപ്പയെ മാത്രം എന്തിനു കുറ്റപ്പെടുത്തുന്നു? എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിട്ടും നിങ്ങൾ ഇവിടെ മധുവിധം ആഘോഷിക്കല്ലേ? സജന, അനാവശ്യം പറയരുത്. ഞങ്ങൾ ഇവിടെ കഴിഞ്ഞുകൂടുന്നത് എങ്ങനെയെന്ന് നിനക്കറിയാമോ? ഒരു സഹോദരി എന്ന നിലയ്ക്കാണ് അദ്ദേഹം എന്നോട് പെരുമാറുന്നത്. ഗർഭിണിയായ പെണ്ണിനെ നിക്കാഹ് കഴിച്ച മാനക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തും സഹിക്കാൻ ആ മനുഷ്യൻ തയ്യാറായിരിക്കുകയാണ്. ഗർഭിണിയായ പെണ്ണോ? നിങ്ങൾ ഗർഭിണിയാണോ? അപ്പോ ആ കുഞ്ഞിന്റെ ബാപ്പ എന്റെയൊക്കെയാണല്ലേ? ഈ സത്യം ഇക്കായ്ക്കറിയാമോ? ഇക്കായ്ക്കെന്നല്ല, ആർക്കും ഇതറിയില്ല. ഒരിക്കലും ഈ രഹസ്യം പുറത്താരോടും പറയില്ലെന്ന് ഞാൻ ആ മനുഷ്യന് വാക്കു കൊടുത്തിരിക്കുകയാണ്. നീ ഓരോന്ന് കുത്തി കുത്തി ചോദിച്ചപ്പോ ഓർക്കാതെ ഞാൻ എല്ലാം തുറന്നു പറഞ്ഞു പോയി. എന്റെയും എന്റെ വയറ്റിൽ കിടക്കുന്ന നിന്റെ ഇക്കയുടെ കുഞ്ഞിന്റെയും നല്ല ഭാവിക്ക് വേണ്ടി ഞാൻ നിന്നോട് കെഞ്ചുകയാണ്. നീ എനിക്ക് വാക്ക് തരണം. ഒരിക്കലും ഒരു കാരണവശാലും ഈ രഹസ്യം പുറത്തു പറയില്ലെന്ന് സത്യം ചെയ്യ് സജന, സത്യം ചെയ്യേ. ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടല്ലേ? ഇത് റൈറ്റ് പറഞ്ഞ് വണ്ടി വിടുന്ന പോലെയല്ല. നല്ലോണം ആരൊക്കെ ഊതിയാ പറക്കണം. ഇതുപോലെ അധ്വാനിച്ച് മുമ്പിൽ കൊണ്ടുവച്ച് വന്നപ്പോഴാ കുറ്റം പറഞ്ഞ ചെണീച്ച് പോയത്. ഓർക്കണ്ടോ? ഇത് കഴിഞ്ഞ അങ്ങോട്ട് വേറെ ജോലിയുണ്ട്. മുറത്തി കയറി കൊത്തില്ല. അവിടെ ഇവിടെ ആരുമില്ലേ? ഒരു ചായ വേണമല്ലോ. എന്തു ട്രഷാബി കാണിക്കണേ? കോഴിനെ നീ മേശപ്പുറത്തണ്ട വെക്കണേ, എടുത്ത് നിലത്തിട്ട് ട്രഷാബി. നിലത്തിടാനാ? എടാ കോസറണ്ണ, ഇത് കാശ് കൊടുത്ത് മേടിച്ച കോഴിയാണ് കേട്ടാ. ചട്ടിക്കകത്തിന്റെ കോഴിട്ടാ, മേശപ്പുറത്തില്ല. കുത്തിക്ക് ഞാൻ. ആ മേശപ്പുറം മുഴുവൻ തൂറി നശിപ്പിക്കും. അവിടെ നിന്ന് എടുക്ക. ഇത് ഇറക്കാൻ കൊണ്ടുള്ള കോഴിയാണ്, പേടിച്ചിട്ട് തൂറൂല്ലക്ക. തന്നോട് എടുക്കാനല്ലേ പറഞ്ഞു? ചതിക്കരുത്. നമ്മുടെ ചോറിൽ മണ്ണിടില്ല മുസ്തഫിക്ക. ഇതിനെ കളഞ്ഞ് ഞാൻ അങ്ങോട്ട് ചെന്നാലേ ഇക്കാക്ക എന്നെ ഇങ്ങോട്ട് തന്നെ ഓടിക്കും. അതാണ്. ഓ, പുതിയ കല്യാണം കഴിഞ്ഞിരിക്കുന്ന സമയമാണല്ല നിന്റെ വാപ്പാ. കോഴികളെ പുതുപ്പെണ്ണിനെ സൽക്കരിക്കാനാവും. കല്യാണമോ? ആരുടെ, എവിടെ, എങ്ങനെ, ഏത് കല്യാണമെന്നോ? താൻ പോയി കൊരക്കറ്റം ബിരിയാണി അടിച്ചു വന്നില്ലേ? ദജ്ജാലപ്പന്റെ മോടെ 2ാം കെട്ട്. ആ കല്യാണം. ആ കല്യാണമാണോ? ഈ ബ്രോക്കർ കുഞ്ഞായന് നയാ പൈസ തരാത്ത കല്യാണമാണോ? നിങ്ങളാണോ ബ്രോക്കർ കുഞ്ഞായൻ? അതെ. എന്താ? അല്ല, ഒന്നുമില്ല. ഇക്കാക്കാടെ 3ാം കെട്ടും കഴിഞ്ഞു. നമ്മുടെ 1ാം കെട്ടിന്റെ കാര്യം പോലും അവതാളത്തിലാണ്. നമുക്കൊരു പെണ്ണ് കെട്ടിച്ചൊരു കുഞ്ഞായനക്ക. അതല്ലേ നമ്മുടെ ജോലി. ആട്ടെ, വയസ്സത്രേ? റംസാനെ 24, 23. മുഖസ്തുതി പറയല്ല കേട്ടാ, കണ്ടാ തോന്നൂല. പെണ്ണൊക്കെ നമ്മൾ കെട്ടിച്ചേരാം, പക്ഷെ കുറച്ച് പൈസ ചെലവാകും. പൈസയുടെ കാര്യത്തിന് നിങ്ങൾ വിഷമിക്കണ്ട. പെണ്ണ് പെണ്ണായിരിക്കണം. പെണ്ണ് പെണ്ണല്ലാതെ പിന്നെ ആണാകും. അതാ ഇതുപോലത്തെ പെണ്ണ് മതിയോ? നോക്കട്ടെ.
അതോ ആപ്പിൾ പോലത്തെ പെണ്ണ് വേണോ? നേര് പറഞ്ഞ സുബർക്കത്തിൽ ഇറങ്ങി വന്ന ഊറി. നേരാണ് ഈ പറയണത്. പിന്നല്ലാതെ എങ്കിൽ ഇപ്പൊ തന്നെ എനിക്ക് അവളെ കെട്ടണം. എന്നെ വിട്. ദാ കോഴി. എന്നെ കൊന്നു കിട്ടാൻ പറ്റില്ല. ഒരെണ്ണം എവിടെ പോയി? അയ്യോ നോക്കണോ? ന്യായം കൊണ്ടുനടക്കാം. ഇതിലേ വേണോ? ചായ കുടിച്ചെന്റെ കാശ് ചായയുടെ കാശ് തന്നേച്ച് ഇറങ്ങിപ്പോ. നീ കടയൊക്കെ ഒന്ന് അടച്ച് വൃത്തിയാക്ക്. നോക്കെന്താ മാസക്കുളി തെറ്റിയോ? ജനച്ചുമ ഭാരിച്ച കാര്യങ്ങളൊന്നും നിങ്ങൾ അന്വേഷിക്കണമെന്നില്ല. പറഞ്ഞു മനസ്സിലായോ? മറ്റുള്ളവർക്ക് സംശയം തോന്നത്തക്ക വിധം പെരുമാറുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഇനിയെങ്കിലും സൂക്ഷിക്കണം. എന്താ മുഖത്തിനൊരു വാട്ടം? കല്യാണം കഴിഞ്ഞ പിന്നെ ഈ കാക്കായ്ക്ക് എന്താ ഒരു തരം മാറ്റം? തൊട്ടേനും പിടിച്ചതിനൊക്കെ ഒരു ദേഷ്യവും ചാട്ടവും. നേരാ, എനിക്കും ചിലപ്പോഴൊക്കെ അങ്ങനെ തോന്നാറുണ്ട്. പച്ച പനന്തത്ത പോലത്തെ പൈങ്കിളി പെണ്ണിനെയല്ലോ കെട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോ നമ്മളൊന്നും വേണ്ടെന്നായിരിക്കും. ഇപ്പൊ ഇത് അങ്ങാടി പോകുന്നില്ലേ? പോരുമ്പോ കുറച്ച് പച്ചക്കറിയോട് മേടിച്ചു. ഇറച്ചി മീനും മല പോലെ കുന്നുകൂടി കിടക്കുമ്പോ ഈ അലാക്കിന്റെ പച്ചക്കറി എന്തിനാ? പറഞ്ഞത് കേട്ടാ മതി. ഭാരിച്ച കാര്യങ്ങളൊന്നും അന്വേഷിക്കണമെന്നില്ല. ഓ എന്ന് പാൽ. മറ്റുള്ളവരുടെ മുമ്പിൽ നാം എന്നും ഭാര്യാഭർത്താക്കന്മാരായിരിക്കണം. അനുഭവത്തിൽ മാത്രം അന്യരും.
ഞാൻ ഞാൻ എന്നോട് ക്ഷമിക്കൂ. ഞാനൊരു കാര്യം പറയാൻ വന്നതാണ്. എന്താണ്? പറഞ്ഞാൽ നിങ്ങൾ അനുസരിക്കുമോ? നിങ്ങൾ ഒരു കല്യാണം കൂടി കഴിക്കണം. എനിക്കിനിയും കല്യാണം? നിങ്ങൾക്ക് ഒരു ഭാര്യയുടെ ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. നിനക്ക് എന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് നീ ഇപ്പൊ ഇങ്ങനെ നിർബന്ധിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കും. ഒന്ന് ഞാൻ തീർത്തു പറയാം. ഒരു ശപിക്കപ്പെട്ട നിമിഷത്തിൽ അങ്ങനെ ഒരു ദുർബുദ്ധിക്ക് ഞാൻ അടിമപ്പെട്ടു പോയതാണ്. ഇനി ഒരിക്കലും ഞാൻ അത് ആവർത്തിക്കുകയില്ല. റംലത്ത് പ്രസവിക്കുന്ന കുഞ്ഞിന്റെ ബാപ്പയായി മാത്രം ഞാൻ ഇനി ജീവിക്കാം. സമാധാനത്തോടെ പോയി കിടന്നുറങ്ങും. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ഇരുന്നാട്ടെ. ഞാൻ മാമയെ കാണാൻ കാത്തിരിക്കുകയായിരുന്നു. മാമ ഒരു ഉപ്പാപ്പയാകാൻ പോകുന്നു. എന്നുവെച്ചാൽ ഈ കുഞ്ഞു മുഹമ്മദ് സാഹിബ് ഒരു ബാപ്പയാകാൻ പോകുന്നു എന്ന്. ഇപ്പൊ നിങ്ങൾ ദുഃഖങ്ങളൊക്കെ തീർന്നില്ലേ? ഞാൻ അന്ന് നിർബന്ധിച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ഒറ്റത്തടിയായി ഇവിടെ ഇങ്ങനെ കഴിഞ്ഞേനെ. നേരാണ്, നിങ്ങളാണ് എന്നെ രക്ഷിച്ചത്. ആ, പിന്നെ ഞാൻ വന്നത് ഒരു പ്രത്യേക കാര്യം പറയാനാ. ഇന്നലത്തെ കാറ്റില് നമ്മുടെ പുറയ്ക്ക് മുകളിൽ തെങ്ങ് വീണു. 4,000 രൂപ ഉണ്ടെങ്കിലേ അതിന്റെ കേടുപാടുകൾ തീർക്കാൻ പറ്റും. എന്റെ കയ്യിലാണെങ്കിൽ ഒറ്റ പൈസ പോലും ഇല്ല. അതിനെന്താ, മാമാക്ക് പണമല്ലേ വേണ്ടൂ? ഞാൻ തരാമല്ലോ. വന്നാട്ടെ. ഇപ്പൊ പറയത്തക്ക വിശേഷങ്ങളൊന്നുമില്ല. ആ. രക്തത്തിന്റെ കുറവുണ്ടെന്ന് മാത്രം. അതിനൊരു ഗുളി എഴുതി തരാം. ദിവസം ഓരോന്ന് വെച്ച് കൊടുത്താൽ മതി.